നമ്മളിപ്പോൾ ചോറ് കൊടുക്കാൻ എൻ്റെ കുട്ടിക്ക് ഫോണിലേക്ക് കഴിക്കില്ല എന്ന് പറയുന്ന പാരൻസ് നമ്മളുണ്ട്. ഇപ്പം നിങ്ങളിത് എത്ര പേര്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പാരൻസിൽ എത്ര പേര് കുട്ടിയുമായിട്ട് ഒരു അനായാസ കണക്ഷൻ ഉണ്ട് നമുക്ക് പറയാം. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിൽ റേസിസം പുഷ് ചെയ്യുന്ന കാർട്ടൂൺസ് വരെയുണ്ട്. ഹായ് ഓൾ, വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. ഇന്ന് ഫൈൻഡിങ് ഇക്കിഗായിൽ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കറിയാം, ഈ കുട്ടികളുടെയൊക്കെ സൈക്കോളജിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള പ്രായം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ക്രൂഷ്യൽ ആണെന്നുള്ളത്. കാരണം അവരുടെ ശരിക്കുള്ള ക്രിയേറ്റിവിറ്റി, സ്കിൽസ് ഒക്കെ അൺലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാണ്. ശരിക്കും നമ്മൾ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ സമയത്ത് കൊടുത്താൽ അവരെ നല്ല പോലെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അവരുടെ ബ്രൈറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചർ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. പക്ഷെ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ആവശ്യമാണ്. ഈ ഗൈഡൻസ് എവിടെ നിന്നാണ് കിട്ടുക? പേരൻസിന് ഇതിപ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. കാരണം ഇതിനു വേണ്ടി മാത്രം ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇറ്റേൺ ലേണിംഗ് ആപ്പ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ സാധാരണ കുട്ടികൾ ആപ്പൊക്കെ തുറന്നിട്ട് ഗെയിം കളിക്കുമല്ലോ, അതേപോലെ തന്നെ അതേ ലാഘവത്തോടെ ഈ ഒരു ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾ അറിയാതെ തന്നെ ഒരു ഗെയിം കളിക്കുന്ന പോലെ തന്നെ അവരുടെ ഏർലി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫൗണ്ടേഷൻ അൺലോക്ക് ആവാണ്. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിയും സ്കില്ലും അവരറിയാതെ തന്നെ അവരെ പഠിപ്പിക്കുന്ന ആ ഒരു ലെവലിലേക്കാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റേൺ ലേണിംഗ് ആപ്പിൻ്റെ ഫൗണ്ടറിൽ ഒരാളായിട്ടുള്ള അജ്മൽ MS ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അജ്മലിൻ്റെ അടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ അജ്മൽ, വെൽക്കം. ഹായ്. അപ്പോൾ ഇറ്റേൺ ലേണിംഗ് ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കുറേ ആപ്ലിക്കേഷനൊന്നും കേട്ടിട്ടില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നോക്കിയിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഈസിയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ ഗെയിം കളിക്കുകയാണെന്നേ തോന്നുള്ളൂ. പക്ഷെ അതേസമയം അവിടെ നിങ്ങൾ ഏർലി എഡ്യൂക്കേഷൻ ആണ് അല്ലേ, അതിൻ്റെ ഒരു ബേസിക് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള തോട്ട് എങ്ങനെയാണ് വന്നത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടായ ഒരു കോൺവെർസേഷനിൽ നിന്നുണ്ടായ ഒരു ഐഡിയ ആണ്. അപ്പോൾ ഞാനും ഇതിൻ്റെ കോഫൗണ്ടറായ ശ്രീജിത്തും ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊരു ഫോക്കസ് ആയിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിനെന്ത് ചെയ്യുന്ന ആലോചിക്കാൻ നമ്മൾ ആദ്യം നമ്മുടെ സർക്കിളാണ് നോക്കിയത്. അപ്പം ഞങ്ങളുടെ സർക്കിൾ അന്വേഷിച്ച ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ആ ഒരു സർക്കിൾ ആരും അവർ ചെയ്യുന്ന ആ ഒരു വർക്ക് അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം എൻജോയ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒത്തിരി എന്താ പറയുക, നമ്മൾ ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ ഒരു സിനാരിയോ വന്നപ്പോൾ അതിലെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിച്ചത്. കാരണം പെർട്ടിക്കുലർലി അവരൊരു സ്കില്ലിലോ ഇൻട്രസ്റ്റിലോ അല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു ചെറിയ സർക്കിളിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാണോ എന്നാണ് ആദ്യം ചിന്തിച്ചത്. അപ്പോൾ ആ ഇടയ്ക്കാണ് ഞങ്ങൾ, എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു, നമ്മളൊരു പോസ്റ്റ് കണ്ടു. ഓക്കെ, നാളെ തിങ്കളാഴ്ചയാണല്ലോ, ജോലിക്ക് പോകണമല്ലോ, ഈ ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് നോക്കിയ സമയത്ത് നമുക്ക് മനസ്സിലായി ഇതൊരു ചെറിയൊരു പ്രോബ്ലം അല്ല, മെജോറിറ്റി ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ ഇപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട്, ഇതിൽ എത്ര പേര് നമുക്കറിയില്ല, ഇതിൽ എത്ര പേര് അവർ ഇഷ്ടത്തോടെ ചെയ്യുന്നു അല്ലെങ്കിൽ ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനാരിയോ കുട്ടികളിൽ വരരുത് എന്നാണ് ഫോക്കസ്. ഇത് കുട്ടികളിലോട്ട് എത്താൻ കാരണം നമ്മളിത് അന്വേഷിച്ച് വന്ന സമയത്ത് ഒരിക്കലും നമുക്ക് അഡൽട്ട്സിലോ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏജിലെത്തിയ ആൾക്കാർക്ക് പിന്നെ അവരുടെ സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്തൊരു കാര്യം അത് അന്വേഷിച്ചു, അത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് നമുക്കൊരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിൽ മുമ്പ് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അതായത് 7 years. അപ്പോൾ ഈ ഒരു 7 years നമ്മൾ ചൂസ് ചെയ്തു. കാരണം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ്റെ ഒരു 95% ബ്രെയിൻ ഡെവലപ്പ് ആവുന്ന ഈ ഒരു 7 years മുമ്പാണ്. സോ വി പെർട്ടിക്കുലർ പിക്ക് 3 to 7 years. കാരണം ഇതാണ് ഒരു ഗോൾഡൻ വിൻഡോ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു ഏജ് കാറ്റഗറിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ പാരൻസ് എന്ത് കൊടുക്കുന്നു, ഇത് കുട്ടികൾ റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിഫ്ലക്ഷൻസിൽ നിന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ അവരുടെ സ്കിൽ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാരൻ്റ് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഏജിൽ എന്ത് ചെയ്യുന്നു, ഇതാണ് അവരുടെ ഫ്യൂച്ചർ ഹാപ്പിനെസ് വരെ, മേ ബി നമുക്ക് പറയാം ഹാപ്പിനെസ് വരെ നമ്മൾ ലൈക്ക് എന്താ പറയുക, നമുക്ക് തീരുമാനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായി, ഒരു പരിധി വരെ നമുക്ക് അവരുടെ ഒരു ഹാപ്പിനെസ് വരെ തീരുമാനിക്കുന്ന ആ ഒരു കാര്യമാണ്. റൈറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പ്, അതായത് നമ്മൾ ഒരിക്കലും ഒരു കുട്ടികളെ അന്വേഷിച്ചിട്ട് പോയതല്ല, നമ്മൾ മുതിർന്നവരെ അന്വേഷിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കുട്ടികളിലോട്ട് എത്തിയ ആൾക്കാരാണ്. അത് കണ്ടുപിടിച്ചു നിങ്ങൾ. അതെ അതെ അതെ. അപ്പോൾ സ്കിൽസ് ആണല്ലോ നിങ്ങൾ മെയിൻ ആയിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ സ്കിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള അതെങ്ങനെ യൂസ്ഫുൾ ആകുന്നത്? നമ്മളിതൊരിക്കലും ഒരു സ്കില്ല് മാത്രം എന്നല്ല ഫോക്കസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു 95% ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഏജാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു സ്കില്ലിൽ മാത്രം ഒതുങ്ങി നിൽക്കുക എന്നുള്ളതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ, ലേണിംഗ് എബിലിറ്റി, ബ്രെയിൻ ഡെവലപ്മെന്റ്, ബിഹേവിയർ ഡെവലപ്മെന്റ്, ഇതിൻ്റെ ഒക്കെ ഒരു സ്ട്രക്ചർ വർക്ക് നടക്കുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിലാണ്.
സോ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്കിൽ ഡെവലപ്മെന്റ് മാത്രമല്ല, അതൊരു പെർട്ടിക്കുലർ ഏരിയ ആണ്. സ്കിൽ ഡെവലപ്മെന്റ് ഒബ്വിയസ്ലി നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ ഒരു ബിഹേവിയർ ഡെവലപ്മെന്റ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, അവരുടെ ലേണിംഗ് ലേണിംഗ് എബിലിറ്റീസ് കൂട്ടുക, അറ്റൻഷൻ സ്പാൻ കൂട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ഇതിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കിൽ എന്നതിനേക്കാളൊക്കെ ഉപരി ഇവരുടെ ആ ഒരു ടാലന്റ് എന്താണ്, ക്രിയേറ്റീവ് ആ ഒരു ഫീൽഡ് ഏതാണെന്ന് നേരത്തെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു ഡിസ്കവറി എന്ന് പറയാം അല്ലേ? അതെ, അപ്പോൾ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്ന് കൃത്യമായിട്ട് പേരൻസിന് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? ഓ ഷുവർ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുവാണെന്ന് വിചാരിക്കാം. അതായത് സാധാരണ ഒരു കുട്ടി ജനിച്ചു, സാധാരണ നമ്മളിപ്പോൾ പാരന്റിങ് ചെയ്യുന്ന പോലെ തന്നെ പാരന്റിങ്ങിലോട്ട് വന്നു, ലൈക്ക് എന്താണോ സ്കിൽ എന്നറിയില്ല, ഒരു സ്കൂളിങ്ങിലോട്ട് പോയി, അവർ പെർട്ടിക്കുലർ ജോബിലോട്ട് പോയി. ചിലപ്പോൾ അത് അവരുടെ ഇൻട്രസ്റ്റിലായിരിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റിലല്ലായിരിക്കാം. ഓക്കെ. അപ്പോൾ ഇൻട്രസ്റ്റ് അല്ലാത്ത ഒരാളെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ആളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഇനി വളരെ ചൈൽഡ്ഹുഡിൽ തന്നെ ഒരു സ്കിൽ ഐഡന്റിഫൈ ചെയ്തു, അവിടെ നിന്ന് ആ ഒരു സ്കില്ലിൽ പാരന്റ് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നു, ആള് പിന്നെ ആ ഒരു പെർട്ടിക്കുലർ സ്കില്ലിൽ ആള് വർക്ക് ചെയ്യുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. രണ്ട് ലൈഫ് സ്റ്റൈലും വളരെ ഡിഫറെന്റ് ആണ്. കാരണം ഒന്ന് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും മറ്റേത് വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിരിക്കും. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അത് ശരിയാണ്. അതെ. അപ്പോൾ ഞാൻ ഏതൊക്കെ സ്കില്ലാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്? ഓക്കെ. ഈ ഒരു ഇതിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, നമ്മളൊരു ഫൗണ്ടേഷണൽ പ്രോഗ്രാമാണ്. ഇപ്പോൾ അതായത് കുട്ടികൾ ബേസിക്കലി നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയാണ്. അപ്പോൾ ഇവരുടെ കോർഡിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിന് കോർഡിനേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്തെന്ന് വെച്ചാൽ ഈ സ്കിൽസിന്റെ ഒപ്പം തന്നെ കുട്ടികൾക്ക് ബേർഡൻ ആവാത്ത രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു ലൈക്ക് കോർഡിനേഷൻസും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റണം. കാരണം അതിലൂടെയാണ് ബ്രെയിൻ ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. സോ ഞങ്ങൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്ന് മ്യൂസിക് ആണ്. സോ അത് വെക്കാബുലറി, അതുപോലെ തന്നെ കുട്ടികളുടെ പ്രൊനൗൺസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മെമ്മറി പവർ, ഇതിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ ഏജിലാണെങ്കിൽ. റൈറ്റ്. ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഡാൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ ബ്രെയിൻ ബോഡി കോർഡിനേഷൻ വർക്ക്ഔട്ട് ചെയ്യാനാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രെയിൻ ബോഡി ലൈക്ക് കോർഡിനേഷൻ വർക്ക്ഔട്ട് ആകുമ്പോഴത്തേക്ക് കുട്ടികളുടെ ബ്രെയിൻ കുറച്ചുകൂടെ ലൈക്ക് കുറച്ചുകൂടെ ആക്റ്റീവ് ആവും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ഡെവലപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 4 സ്കില്ലാണ് കൊടുക്കുന്നത്. അതായത് ഡ്രോയിങ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ബിൽഡിംഗ് ബ്ലോക്സ്, ക്ലേ മോഡലിംഗ്, ഇങ്ങനെ ഒരു 4 സ്കില്ലാണ് കുട്ടികൾ കൊടുക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ഇതിലിപ്പോൾ ഹാൻഡ് ഐ ബ്രെയിൻ കോർഡിനേഷൻ മാത്രമല്ല, നമ്മുടെ കുട്ടികളുടെ ലൈക്ക് ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഇമ്പ്രൂവ്മെന്റ്സ് വരും. പ്ലസ് ബ്രെയിൻ ഡെവലപ്മെന്റ് അതിൽ സംഭവിക്കും. സ്കിൽ സെറ്റിൽ നമ്മൾ ചെയ്തേക്കുന്ന ഇനീഷ്യലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു 6 സ്കിൽസ് ആണ്. റൈറ്റ്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ലാംഗ്വേജ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കാർട്ടൂൺ സെഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ ഇപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ലേണിംഗ്, അതായത് ഒരു സ്റ്റെം എഡ്യൂക്കേഷൻ ചെറിയൊരു ബേസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ കുട്ടികളുടെ ക്യൂരിയോസിറ്റി ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണം. അത് ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ കണ്ട കുട്ടികളിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ കുട്ടികൾ എപ്പോഴും ചോദിക്കും, അതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, ഈ ഒരു ക്വസ്റ്റൻ എപ്പോഴും ഉണ്ട്. റൈറ്റ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റിയാണ്. ഈ ക്യൂരിയോസിറ്റി റൈറ്റ് ഫോമിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഫാസ്റ്റ് ആവും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബിഹേവിയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പല കാര്യങ്ങളും നമ്മളത് കാണുന്നുണ്ട്. സോ ആ ഒരു സിനാരിയോ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് കാറ്റഗറി കൂടിയാണ് നമുക്ക് ഈ 3 to 7 എന്ന് പറയുന്ന ഒരു ഗോൾഡൻ വിൻഡോ ഏജ്. സോ ആ ഒരു ഏജിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാർട്ടൂൺസിലൂടെയാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്? കാരണം ഇതിൽ ഏർലി അക്കാദമിക് സെഷൻസും ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അപ്പോൾ കുട്ടികളാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും. കാരണം കുട്ടികൾക്ക് ഇത് ബേർഡൻ ആവാനും പാടില്ല, അതേസമയം ഇതൊരു ഫണ്ണായ രീതിയിൽ വേണം. പക്ഷെ എന്റർടൈൻമെന്റ് മാത്രം പോരാ. ഓക്കെ. എന്റർടൈൻമെന്റ് പ്ലസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ആ ഒരു കാര്യമാണ് ഞങ്ങൾ ഇതിൽ മെയിൻലി ഫോക്കസ് ചെയ്തിട്ട് സ്ട്രക്ചർ ചെയ്ത് ഈ ഒരു രീതിയിൽ എത്തിച്ചേക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ പാരന്റ്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ലൈവ് ക്ലാസ് അല്ലേ, നമുക്ക് ലൈവ് അല്ലെങ്കിൽ ഇത് പറ്റത്തില്ല. ഇത് ടെക്നിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ ഒരു പ്രോഗ്രാം ലൈവ് ആണെന്ന് വിചാരിക്കാം. നമ്മളിത് ഒരിക്കലും ഒരു കുട്ടിക്ക് ഒരു ബേർഡൻ കൊടുക്കാന്നല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ലൈവ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 6 സ്കില്ല് കൊടുക്കുന്നു, ഓരോ സ്കില്ലും മിനിമം നമുക്കൊരു 30 മിനിറ്റിലും വെച്ച് കൊടുക്കേണ്ടി വരും. റൈറ്റ്. അപ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല. അത് മാത്രമല്ല അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇപ്പോൾ 6 സ്കില്ല് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം അത് അഫോർഡബിളും അല്ല. അപ്പോൾ ഇത് റെക്കോർഡിൽ എങ്ങനെ വർക്ക് ആവുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് എല്ലാവർക്കും ഉള്ളൊരു ചെറിയൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ പാരൻസിനോട് സംസാരിക്കുമ്പോൾ, ഞാനൊരു കാർട്ടൂണിൻ്റെ സ്പെസിഫിക് നെയിം പറയുന്നില്ല, ആ കാർട്ടൂണിലെ ക്യാരക്ടറിനെ പോലെയാണ് എൻ്റെ കുട്ടി ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കുട്ടികൾ ചെറിയ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഈ സ്കൂളിൽ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്ന കാർട്ടൂണിൽ നിന്നാണ്. റൈറ്റ്. അപ്പോൾ അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തത്. അപ്പൊ ഇതിൽ ഇത്രയും സ്കിൽസിന്റെ കാര്യം പറഞ്ഞില്ലേ? അപ്പൊ ഇത്രയും സ്കിൽസ് ഒക്കെ ഇപ്പൊ പറഞ്ഞല്ലോ 6-7 എണ്ണം എന്നൊക്കെ. അപ്പൊ അത്രയും കുട്ടികൾക്ക് ആവശ്യമുണ്ടോ ശരിക്കും?
ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്കിൽസ് മാത്രമല്ല, ഞങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്തത് ബ്രെയിൻ ഡെവലപ്മെൻറ്റാണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഹാൻഡ് ഐ ബ്രെയിൻ കോർഡിനേഷനിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്കിൽ ആഡ് ചെയ്തേക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്ന കൈവച്ചാണ്, റൈറ്റ്? സോ ഈ കോർഡിനേഷൻ എത്രത്തോളം ഫാസ്റ്റ് ആക്കാൻ പറ്റുന്ന അത്രയും ബ്രെയിൻ ഡെവലപ്മെൻറ്റ് സംഭവിക്കും. ആൻഡ് നമുക്ക് ജസ്റ്റ് ഒരു സിനാരിയോ എടുക്കാം. ഇപ്പോൾ 7 വയസ്സിന് മുമ്പ്, അല്ലെങ്കിൽ 3 to 7, അല്ലെങ്കിൽ 0 to 7, വോട്ട് എവർ, ഈ ഒരു പ്രായത്തിനുള്ളിൽ നമ്മൾ ഏറ്റവും ഹാർഡസ്റ്റ് സ്കിൽസ് ലൈഫിൽ പഠിച്ചേക്കുന്നത് ഈ ഒരു ഏജിൻ്റെ ഉള്ളിലാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പൊ ഒരു സ്പാനിഷ് ഭാഷ പഠിക്കാൻ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും? നമുക്ക് ഇപ്പോഴാണെങ്കിൽ കുറച്ചധികം സമയം വേണ്ടി വരും, റൈറ്റ്? അന്നെന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇത് കാണുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ അവർ പഠിക്കുന്നുണ്ട്. ശരിയാണ്. അപ്പൊ ഈ ഇപ്പൊ മലയാളം എന്നുള്ള ലാംഗ്വേജ് വൺ ഓഫ് ദ ഹാർഡസ്റ്റ് ലാംഗ്വേജ് ആണ്, റൈറ്റ്? ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് സംസാരിക്കുന്നത് അന്ന് നമ്മൾ പഠിച്ചതിന്റെയാണ്, റൈറ്റ്? അപ്പൊ ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് എന്ത് വേണേ കൊടുക്കാം. നമുക്കത് കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എന്നുള്ളത് പ്ലാൻ ചെയ്യാന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഞങ്ങൾ മെയിൻലി ഇപ്പൊ ഈ ഒരു 6-7 സ്കില്ല് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം, ഒന്ന്, കുട്ടികളുടെ സ്കില്ല് ഉണ്ടോ എന്ന് അറിയണം, ലൈക്ക് ഏതാണ് അവരുടെ വേ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് അറിയണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബ്രെയിൻ ബ്രെയിൻ ഡെവലപ്മെന്റ് അതിൽ സംഭവിക്കുകയും വേണം, റൈറ്റ്? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനാരിയോ ചെയ്യുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വേറൊരു കാര്യത്തിലൂടെ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഇവിടെ ഒരു 10 വെറൈറ്റി ഓഫ് ഫുഡ് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ ഏതാണ് ഇഷ്ടം എന്ന് ചോദിക്കണമെങ്കിൽ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ പറ്റുള്ളൂ. കണ്ടതുകൊണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു നോക്കിയാലേ പറ്റുള്ളൂ, റൈറ്റ്? ആൻഡ് അത് കുട്ടികൾക്ക് ഒരു ബേർഡൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു കാർട്ടൂണൈസ്ഡ് പ്രോഗ്രാം ആയിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ അവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ പേരൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ, എന്താണെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത് ആദ്യം പേരൻസ് ആണല്ലോ മോണിറ്റർ ചെയ്യുക. അപ്പൊ ഇവർക്കാണ് മനസ്സിൽ കുട്ടികൾക്ക് ഏതാ ക്രിയേറ്റിവിറ്റി. അത് ഇപ്പോഴാണെങ്കിൽ ഭയങ്കര കോമ്പറ്റീറ്റീവ് മൈൻഡാണ് പേരൻസിന്. അപ്പോൾ ക്രിയേറ്റിവിറ്റി അൺലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ സ്കില്ല് മനസ്സിലാക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ശരിക്കും പറഞ്ഞാൽ ആ ബേർഡൻ ഇതിലൂടെ മാറ്റാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? 100% നമുക്കിത് സോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ എഡ്യൂക്കേഷൻ, ഞാൻ ഒരിക്കലും കുറ്റമായിട്ടല്ല പറയുന്നത്, പക്ഷെ അതിൻ്റെ ഒരു പോരായ്മ ഇന്നേ വേ നമ്മൾ പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ റൈറ്റ് സ്കില്ലിൽ എത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഒരു സർക്കിളിൽ നിങ്ങൾ സംസാരിക്കുക, എത്ര പേര് അവരിതിൽ ഹാപ്പിയാണ്, ലൈഫിൽ ഹാപ്പിയാണ് എന്നുള്ളൊരു കാര്യം. ഇതൊരിക്കലും നമുക്കിനി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ 3 to 7 ഇയേഴ്സ് യൂട്ടിലൈസ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരു ഏജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇപ്പോൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇനി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ കുട്ടികൾക്കും മാർക്കുണ്ട്. ഇപ്പം തന്നെ അതുണ്ട്, റൈറ്റ്? അപ്പോൾ സ്കില്ലില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കിൽ അൺലോക്ക് ആവണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ കാര്യത്തിൽ. അവരുടെ ആ ഒരു കൺഫ്യൂഷൻ ടോട്ടലി നിങ്ങൾക്ക് പൊതുവെ ഒരു 90% ഒക്കെ മാറ്റി നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. നമുക്കത് തീർച്ചയായിട്ടും സോർട്ട് ചെയ്യാം. കാരണം ഞാൻ പറയുന്നൊരു കാര്യം, പാരന്റ് കുറച്ചുകൂടി ഈ ഒരു ഏജ് കുറച്ചുകൂടി ഒരു സീരിയസ് ആയി ഒന്ന് പ്ലാൻഡ് ആയിട്ട് നമ്മൾ കാണണം. അതായത് ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിലോട്ട് മാത്രം കുട്ടികളെ കൊണ്ടുവരുത്. അതിൻ്റെ ഒപ്പം എന്റർടൈൻമെന്റ് പ്ലസ് പ്രൊഡക്ടിവിറ്റി എന്നുള്ള രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പാരൻസിനെ ഇത് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. ശരിയാണ്. ഇപ്പം നമ്മളിതിങ്ങനെ പ്രാക്ടിക്കലി ആലോചിക്കുമ്പോൾ, കാരണം വെറുതെ കുട്ടികൾ ഫോണിൽ വേറെ കുറേ ഗെയിംസ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ശരിക്കും അവരുടെ ഒരു ടാലന്റ് അൺലോക്ക് ആയി കഴിഞ്ഞത് എത്രയോ യൂസ്ഫുൾ ആണ്, അല്ലേ? ഓക്കെ, അപ്പോൾ പേരൻസിനുള്ള വേറൊരു ടെൻഷനാണ്, പൊതുവേ സ്ക്രീൻ ടൈം കൂടുതലാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പേരൻസിന്റെ മെയിൻ ടെൻഷൻ. അപ്പോൾ ഇത് വീണ്ടും ഒരു സ്ക്രീൻ ടൈമിലേക്ക് പോകുമല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? 100% ഇത് സ്ക്രീൻ ടൈമാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ 0 to 7 ഇയേഴ്സ് അല്ലെങ്കിൽ 7 ഇയേഴ്സിന് മുമ്പ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവും. നമ്മൾ എന്തുകൊണ്ട് പെർട്ടിക്കുലർലി 3 എന്ന് പറയുന്ന ഏജ് എടുത്തു, അല്ലെങ്കിൽ 3 to 7 എടുത്തു എന്നുള്ളതിനൊരു റീസൺ ഉണ്ട്. നമുക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈമിന് ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യക്ക് അതില്ല, നമ്മൾ US ഗൈഡ് ലൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 0 to 2 ഇയേഴ്സ് ആണ് സ്ക്രീൻ ഉപയോഗിക്കാനേ പാടില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഇപ്പോൾ 2 to 5 ഇയേഴ്സ് വരെ നമുക്ക് പെർട്ടിക്കുലർലി 1 hour നമുക്ക് യൂസ് ചെയ്യാം, അതിൽ ബുദ്ധിമുട്ടില്ല. കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് സംസാരിക്കാം. അതുപോലെ തന്നെ 5 ഇയേഴ്സിന് മുകളിൽ നമുക്ക് കുട്ടികൾക്ക് 2 hours വരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. ഓക്കെ, പക്ഷേ ഇതിലൊരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ട്രാൻസ് കളേഴ്സ്, ട്രാൻസ് മ്യൂസിക്, ഫാസ്റ്റ് കട്ട്സ് ആയിട്ടുള്ള കാർട്ടൂൺസ്, ഓക്കെ, അതുപോലെ തന്നെ ഷോർട്സ്, റീൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പാരന്റ്സ് പൊതുവേ ചെയ്യുന്നൊരു കാര്യം, കുട്ടി വെറുതെ ഇരിക്കുമ്പോൾ യൂട്യൂബ് കൊടുക്കുക, കുട്ടി അതിൽ കണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് ഇവർ പോലും അറിയാതെ സംഭവിക്കുന്നത്, ഇപ്പൊ എല്ലാ കാർട്ടൂൺസൊന്നും അല്ല, പക്ഷെ ഓൾമോസ്റ്റ് കാർട്ടൂൺസിലും ഇതിലേതെങ്കിലും ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്? ഇപ്പോൾ ഈ അടുത്ത് നമുക്കിപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് കൊക്കോമെലൻ. അത് ഏറ്റവും മോസ്റ്റ് വാച്ചഡ് കുട്ടികൾ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്ന ഒരു കാർട്ടൂണാണ്. അപ്പൊ ഇതൊരിക്കലും കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനല്ല ഇത് ആദ്യമായിട്ട് കണ്ടത്, അത് പാരന്റ് കൊടുത്തതാണ്, റൈറ്റ്? അപ്പൊ കാരണം അവർക്കറിയില്ലല്ലോ യൂട്യൂബ് ആണ്, കൊക്കോമെലാണ്, സോൺ അറിയില്ല. അപ്പൊ അത് പാരന്റ് കൊടുത്ത് തന്നെയാണ്. അപ്പൊ അത് കൊടുത്തപ്പോ ഈ കുട്ടി എന്തുകൊണ്ട് അതിലിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ ഈ കളേഴ്സിനോട് അഡിക്റ്റഡ് ആയിരിക്കുമ്പോൾ കുട്ടികളിൽ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാവും.
അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാനിൽ കുറവുണ്ടാവും, അതുപോലെ തന്നെ ലൈക്ക് ഒട്ടും ഒരു കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല. അപ്പോൾ ഇത് ഇവരുടെ ഫ്യൂച്ചറിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഏജിൽ, ചെറിയൊരു ഏജിൽ നമ്മൾ എന്ത് കൊടുത്താലും കുട്ടികൾ റിഫ്ലക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കുട്ടിയുടെ മുമ്പിൽ ഇരുന്ന് കുറേ തവണ ചെയ്താൽ കുട്ടി അത് ചെയ്യും. ചിലപ്പോൾ ഇന്ന് ചെയ്ത് ഇപ്പം തന്നെ ചെയ്യണമെന്നോ നാളെ ചെയ്യണമെന്നോ എപ്പോഴെങ്കിലും ആയിട്ട് റിഫ്ലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വരുന്ന കോണ്ടന്റ്, നമുക്ക് എന്താണ് ആ കോണ്ടന്റ് ആരാ വെരിഫൈ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഒരു ഫിലിമിന് നമ്മൾ ഫാമിലി ആയിട്ട് പോവുക, നമ്മൾ സർട്ടിഫിക്കേഷൻ നോക്കത്തില്ലേ? യൂട്യൂബിലെ കാർട്ടൂൺസിൽ വരുന്ന കോണ്ടന്റ് ആരാണ് വെരിഫൈ ചെയ്യുന്നത്? മനസ്സിലായോ? ഇപ്പൊ ഒരു എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഇപ്പൊ ഗോ സ്റ്റോറീസ് ഉണ്ട്, യൂട്യൂബ് കിഡ്സിന്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കുന്ന കാര്യങ്ങളുണ്ട്, റൈറ്റ്? അതിനിപ്പോ ലൈക്ക് ഓരോ ഒബ്ജക്ട്സ് വെച്ച് നമുക്ക് വണ്ടി കയറ്റുന്ന കാര്യങ്ങളുണ്ട്. ഒരു പെർട്ടിക്കുലർ കാർട്ടൂണിൽ ലൈക്ക് അതിലെ ക്യാരക്ടർ ഭയങ്കര അഗ്രസീവ് ആണെങ്കിൽ കുട്ടി അതിലോട്ട് വരുന്നുണ്ട്, വയലൻസ് പുഷ് ചെയ്യുന്നുണ്ട്. എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ റേസിസം പുഷ് ചെയ്യുന്ന കാർട്ടൂൺ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ഏജ് കാറ്റഗറിയിൽ റേസിസം പുഷ് ചെയ്യുന്ന കാർട്ടൂൺസ് വരെയുണ്ട്. സോ ഇതെല്ലാം ഇവരുടെ ബിഹേവിയേഴ്സിനെ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റർടൈൻമെൻറ്റ് ഓക്കെ 100% കൊടുക്കണം. പക്ഷെ നമ്മളൊരു പാരൻറ്റ് ഒരു കുട്ടിക്ക് ഒരു കോണ്ടന്റ് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ വെരിഫൈ ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. എപ്പോഴും കുട്ടി ഒറ്റയ്ക്ക് കാർട്ടൂൺ കാണാൻ വിടാതെ ഒരു കോ വ്യൂവിങ് വളരെ നല്ലതാണ് ഞാൻ പറയുന്നത്. ശരി. ഓക്കെ. ഇപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ തന്നെ ഞാൻ കുറേ ടെസ്റ്റിമോണിയൽസ് വായിച്ചിരുന്നു. അതുപോലെ കുറേ പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്നവർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറേ നല്ല കാര്യങ്ങളാണ് ഞാൻ ഫുൾ വായിച്ചത്. അപ്പം നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ്, പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്സ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ അറൗണ്ട് ഒരു 10 months മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റിസൾട്ട്സ് ആണ് നമ്മളതിൽ പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു, റിഫ്ലക്ഷൻസ് ഇപ്പോൾ ഇന്ന് കാണിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്നതിൻ്റെ ഒരു റിസൾട്ട് നാളെ തന്നെ കിട്ടണമെന്നില്ല. അപ്പോൾ ഇപ്പോഴും ഇനിയും റിസൾട്ട് വരാൻ കുട്ടികൾ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള റിസൾട്ടാണ് നിങ്ങളതിൽ കാണുന്നത്. അപ്പോൾ പാരൻസ് ഒബ്വിയസ്ലി ഹാപ്പിയാണ്. പക്ഷെ ചില പേരൻസ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളും ഒത്തിരി കൺസേൺ ആവുന്നുണ്ട്. അതായത് ഇപ്പൊ ചില പേരൻസ് പറയും, ഇപ്പൊ നമ്മൾ ഒരിക്കലും ഇത് കുട്ടി ഒറ്റയ്ക്ക് ഉപയോഗിക്കണം എന്ന് പറയില്ല. നമ്മൾ എപ്പോഴും പറയും ഒരു 20 to 30 minutes പാരന്റും കുട്ടിയായിട്ടുള്ള ഒരു ഫൺ ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ ചില പേരൻസ് നമ്മളെടുത്ത് പറയും 20 minutes അവർക്ക് ഇരിക്കാനില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട്, ആ പേരൻസിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് നമുക്ക് ഇപ്പം നിങ്ങൾ ചെയ്യുന്നത് കുട്ടിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ കുറച്ചൊന്ന് ഫ്യൂച്ചർ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും ഹാപ്പി ആക്കിയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ഒരു പോസ്റ്റ്, ഒരു ഓട്ടിസം ബാധിച്ച കുട്ടിയിൽ ഒരു റിസൾട്ട് വന്നൊരു പോസ്റ്റ്. അപ്പം ഇത് എനിക്ക് വളരെ ഹാപ്പിനെസ് തന്നൊരു കാര്യമാണ്. കാരണം അത് ആ പാരൻറ്റിൻ്റെ എഫേർട്ടിലൂടെയാണ് കേട്ടോ, 100% പാരൻറ്റിയുടെ എഫേർട്ടിലൂടെയാണ്. പക്ഷേ ആ ഒരു രീതിയിൽ ഇപ്പോൾ ആ പാരൻ്റ് ഒരു 20 minutes നമ്മൾ പറയുന്ന രീതിയിൽ ഇത് സ്പെൻഡ് ചെയ്തപ്പോൾ ആ കുട്ടിയുടെ മ്യൂസിക് എന്ന് പറയുന്ന ടാലൻ്റാണ് പുറത്തു വന്നത്, റൈറ്റ്? പിന്നെ ഈ അടുത്തുണ്ടായൊരു സിനാരിയോടെ ഞാൻ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആ കുട്ടിക്ക് ലൈക്ക് സ്പീച്ച് ഡിലേ എന്ന് പറയാൻ പറ്റില്ല, ഒരു സെൻറ്റൻസ് ഫോർമേഷനിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, സെൻറ്റൻസ് കൺസ്ട്രക്ഷനിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സയൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാർട്ടൂൺസിൽ ഒരു എപ്പിസോഡ് ഉണ്ട്, പ്ലാന്റ്സ് എങ്ങനെയാണ് വളരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരിക്കൽ ഈ പാരന്റും കുട്ടിയും കൂടെ പുറത്തു പോയപ്പോൾ ചുമ്മാ ഈ പാരന്റ് തെറ്റിച്ചു പറഞ്ഞു. അപ്പൊ ഈ കുട്ടി ഇത് കറക്റ്റ് ചെയ്തു, റൈറ്റ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് കേൾക്കുമ്പോൾ നമ്മൾ വളരെയധികം ഹാപ്പിയാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇത്രയും നമുക്ക് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഒബ്വിയസ്ലി കുട്ടികളുടെ കൂടെ ഒരു 20 to 30 minutes ഇരിക്കാൻ പറ്റുന്ന പാരന്റ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് അവരുടെ ഫ്യൂച്ചറിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഫേസ് ചെയ്യുന്ന ഈ കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യേണ്ടി വരില്ല. അതായത് അവരുടെ സ്കില്ല് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർ ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമുക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു 20 minutes എങ്കിലും അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യാമല്ലോ അല്ലേ പേരൻസിന്? തീർച്ചയായിട്ടും അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പാരന്റ്സ് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടിയുടെ ഷേപ്പ് ലൈക്ക് അല്ലെങ്കിൽ ഹൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരന്റ്സ് കൺസേൺ ആണ്. പക്ഷെ അതിന് നമുക്ക് ഏജ് ഒത്തിരി നമുക്ക് സമയമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 7 years വരെയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാൻ ആകെ 3 to 7 years എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ഏജ് മാത്രമേ ഉള്ളൂ. ഈ ഏജിൽ നിങ്ങളൊരു 20 minutes കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഡിഫറൻസ് ജസ്റ്റ് ഒരു സ്കിൽ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കില്ല. അവരുടെ ബിഹേവിയേഴ്സ്, ബ്രെയിൻ ഡെവലപ്മെന്റ്, ലേണിംഗ് എബിലിറ്റി, അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ, അറ്റൻഷൻ സ്പാൻ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളിൽ ഡിഫറൻസ് വരും.
സോ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടി മാറ്റി വയ്ക്കാനുണ്ടോ, കുട്ടിയുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. കറക്റ്റാണ്. ഇത് കേൾക്കുമ്പോൾ അജ്മൽ പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ആ ഒരു ക്വാളിറ്റി ടൈം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഈ പാരൻസ് ഒക്കെ കഷ്ടപ്പെടുന്നത്. പക്ഷെ ഒരു ഫിനാൻഷ്യൽ ഇത് മാത്രമല്ലല്ലോ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് അല്ലേ? കറക്റ്റാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി അൺലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഈ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പേരൻസ് ഉണ്ടല്ലോ, അവരോട് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ട് എന്താണ്? നിങ്ങളിപ്പോൾ എന്താണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് കുറേ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് അവരോട് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? അഡ്വൈസ് എന്ന് വെച്ചാൽ ഇപ്പോൾ റഷ് ചെയ്യരുതെന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഏജിലുള്ള കുട്ടികൾ, ഈ ഒരു പെർട്ടിക്കുലർ ഏജിലുള്ള കുട്ടികൾ ഒബ്വിയസ്ലി കുട്ടികൾ എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഫ്രണ്ടിൽ കാണുന്ന എന്ത് കുട്ടികൾ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു പാട്ട് മാത്രം വെച്ച് കൊടുത്ത് കുട്ടി ഓക്കെ പാട്ടിനനുസരിച്ച് ഇങ്ങനെ തളം പിടിക്കുന്നുണ്ട്, ഓക്കെ ഡാൻസിലാണ് ഇൻട്രസ്റ്റഡോ അല്ലെങ്കിൽ പാട്ടിലാണ് ഇൻട്രസ്റ്റഡോ, ഇങ്ങനെ ജഡ്ജ് ചെയ്യരുത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡിൻ്റെ എക്സാമ്പിൾ തന്നെ നമുക്ക് പറയാം. ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ്സ് വെച്ച് അതിലേതാണ് എന്ന് കണ്ടുപിടിക്കണം, നമ്മൾ എല്ലാം കൊടുക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നിങ്ങളിപ്പോൾ ഒരു പെട്ടെന്ന് ജഡ്ജ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയിലോട്ട് നിങ്ങൾ എത്തിയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പാരന്റ്സ് ഇപ്പോൾ ഒബ്വിയസ്ലി കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ടാണ് സംഭവിക്കുന്നത്. കാരണം എൻ്റെ കുട്ടിയുടെ സ്കില്ലൊക്കെ ഇതാണ്, വേഗം ചെയ്യാം, ഈ ഒരു സാധനമാണ്, ഈ ഒരു റഷ് ചെയ്യരുതെന്നുള്ള. കാരണം ഇത് ചെയ്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ റോങ് സൈഡിൽ എഫേർട്ട് ഇടും. ഒരു പെർട്ടിക്കുലർ ഏജ് ഇപ്പോൾ ഈ ഒരു 11 ഇയേഴ്സോ അല്ലെങ്കിൽ 9 ഇയേഴ്സോ ഒക്കെ ആകുമ്പോൾ കുട്ടി പറയും, അമ്മ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം നമ്മൾ ഇട്ടൊരു എഫേർട്ട്, ടൈം ആൻഡ് അവിടെ നിന്ന് പിന്നെ കുട്ടിയുടെ സ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരിക്കലും ഈ ഒരു 3 to 7 ഇയേഴ്സ് കഴിഞ്ഞ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ഡെവലപ്മെന്റ് കാര്യങ്ങളും അല്ലെങ്കിൽ ബ്രെയിൻ്റെ ലൈക്ക് ഞാൻ പറഞ്ഞല്ലോ 95% ബ്രെയിൻ ഡെവലപ്പ് ആവുന്നത് ഈ ഒരു കാര്യം വെച്ചിട്ടാണ്. അത് ഇപ്പം സംഭവിക്കുന്നതിനെക്കാട്ടി ബുദ്ധിമുട്ടായിരിക്കും അത് ചെയ്യാനായിട്ട്. അപ്പോൾ റഷ് ചെയ്യാതിരിക്കുക, നമ്മൾ സമാധാനമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്യാതിരിക്കുക. ഒബ്വിയസ്ലി അതിന്റെ കൂടെ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ ചെയ്യാന്നുള്ളതാണ്. അത് ശരി. അതായത് വെറുതെ ഗെയിം വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ യൂട്യൂബ് വെച്ച് കൊടുക്കുക, അത് ശരിയാണ്. അതിന്റെ കൂടെ തന്നെ അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ അവരറിയാതെ തന്നെ അവർ പഠിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പൊ UAE-ലായാലും അല്ലെങ്കിൽ GCC കൺട്രീസിലാണെങ്കിലും മറ്റ് യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും നിങ്ങൾക്ക് ക്ലയൻസ് ഉണ്ട്. ഐ മീൻ ക്ലയൻസ് അല്ല, ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, കുട്ടികളുണ്ട്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു വൈഡ് അത് പറയാമോ? അതായത് എല്ലായിടത്തും അവൈലബിൾ ആണോ, എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആണ്, ഇത് എങ്ങനെയാണ്? നമുക്കിത് എവിടെ വേണേലും യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നമുക്ക് ലൊക്കേഷൻ ഒരു പ്രശ്നമല്ല, നമുക്ക് ഏജ് ഗ്രൂപ്പ് മാത്രമാണ്. ഇപ്പോൾ ഈ ഒരു ഹയർ ഏജിൽ ഇപ്പോൾ ഒരു 9 ഇയേഴ്സോ 11 ഇയേഴ്സോ ഉള്ള ഒരു കുട്ടി വന്നാൽ നമ്മളത് പ്രോമിസ് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളത് ചെയ്യാന്ന് പറയില്ല. റൈറ്റ്? കാരണം നമുക്കുള്ളൊരു ലിമിറ്റേഷനും അത് നമ്മുടെ ലിമിറ്റേഷൻ അല്ല ആക്ച്വലി. അത് പാരന്റ് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു 3 to 7 ഇയേഴ്സ് ഉള്ള ഒരു ഏജ് യൂസ് ചെയ്യാത്തതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. സോ അവിടെ നമുക്കിനി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് ആകെയുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ നമുക്കൊരു പ്രശ്നമല്ല, നമുക്ക് ഈ ഒരു 3 to 7 ഇയേഴ്സ് ആയിരിക്കണം എന്ന് മാത്രം. ആൻഡ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒത്തിരി കുട്ടികൾ നമ്മുടെ എബ്രോഡിൽ നിന്നാണ് നമുക്കുള്ളത് കൂടുതൽ. കാരണം ഇപ്പൊ അവർക്ക് നമ്മളെക്കാട്ടി കുറച്ചുകൂടെ കൺസ്ട്രെയിൻസ് കൂടുതലാണല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുറത്തു പോയി പഠിപ്പിക്കുക എന്ന് പറയുന്ന പല കാര്യങ്ങളും ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ശരിക്കും നമ്മൾ നല്ലൊരു റിലീഫാണ്. സത്യം. റൈറ്റ്. കാരണം ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ UAE-ലൊക്കെ ഉള്ള പല പേരൻസിനും പിള്ളേർ അവിടെ കൊണ്ടാക്കുക ഇവിടെ കൊണ്ടാക്കുക, അല്ലെങ്കിൽ അത് എത്രത്തോളം അഫോർഡബിൾ ആണെന്നൊക്കെയുള്ള അങ്ങനെയുള്ള കുറേ കൺസേൺസ് ഉണ്ട്. കാരണം എപ്പോഴും കുട്ടികളുടെ കൂടെ ഒരാളുണ്ടാവില്ല, ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും, കുട്ടിയൊക്കെ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും കുറേ നേരമൊക്കെ. അപ്പോൾ എന്താ ചെയ്യുക, ആ സമയം എങ്ങനെ ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള ഒരു കൺസേൺ ഉണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്കിതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒബ്വിയസ്ലി അവർക്ക് നല്ലൊരു റിലീഫാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ഉപയോഗിക്കുന്നതിൽ ഒരു 80% അല്ലെങ്കിൽ ഒരു 90% ആളുകളും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അതായത് അവരുടെ കുട്ടിയുടെ യൂണിക് സ്കില്ല് കണ്ടുപിടിച്ചു. കാരണം ഈ പാരൻസ് നമ്മളോട് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്ക് ഉണ്ട് സത്യം പറഞ്ഞാൽ. കാരണം നമ്മൾ എവിടെ നിന്ന് തുടങ്ങി ഇപ്പം എവിടെ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇതിൽ ചില പാരൻസ് പറയുന്നൊരു കൺസേൺസ് ഞാനിപ്പോൾ ജസ്റ്റ് സംസാരിച്ച് പറയുകയാണ്. അവർ പറയുന്നൊരു കൺസേൺസ് പറഞ്ഞാൽ, ഓക്കെ എൻ്റെ കുട്ടി ഇത് കണ്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കുട്ടി റഷ് ചെയ്യുവാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് നമ്മൾ ഇതുവരെ കൊടുത്തൊരു, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ എന്താണോ നമ്മൾ കൊടുത്തത്, ഈ ഒരു സാധനം നമ്മൾ ചേഞ്ച് ചെയ്യുവാണ്. അതായത് ആളൊരു റൂട്ടീൻ ചേഞ്ച് ചെയ്യുവാണ്. അപ്പോൾ ആള് ട്രാൻസ് കളേഴ്സും ട്രാൻസ് മ്യൂസിക്കും ഉള്ള കാർട്ടൂൺസ് കണ്ടു നിൽക്കുന്ന ആൾക്കാർ, നമുക്ക് ഒരിക്കലും അത് കൊടുക്കാൻ പറ്റില്ലേ. കാരണം നമ്മളൊരു സൈഡിൽ ബ്രെയിൻ ഡെവലപ്മെന്റ്, ബിഹേവിയർ ഡെവലപ്മെന്റ്, സ്കിൽ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ നശിപ്പിച്ചുകൊണ്ടാവാൻ പറ്റത്തില്ല അത്. റൈറ്റ്? അപ്പം ഞങ്ങൾ ഈ ട്രാൻസ് കളേഴ്സ് ഒഴിവാക്കി, ഈ ഫാസ്റ്റ് കട്ട്സ് ഒഴിവാക്കി, അതുപോലെ ട്രാൻസ് മ്യൂസിക് ഒഴിവാക്കി, ഇങ്ങനെയുള്ള കോണ്ടന്റ് ആഡ് ചെയ്യുമ്പോൾ കുട്ടികൾ ഒബ്വിയസ്ലി ഇതിലോട്ട് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇനീഷ്യൽ ഇതിലാണ് ഞാൻ പറഞ്ഞത്, ഒരു 10% ആളുകൾ നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളൊരു ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മളവർക്ക് പറഞ്ഞു കൊടുത്തു, ഓക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക എന്നുള്ളത്. ആൻഡ് അതിൽ തന്നെ ഒത്തിരി ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് കുട്ടികളിൽ. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, റഷ് ചെയ്യാതിരിക്കുക.
ഓക്കെ, സമയം കൊടുക്കുക. കാരണം അവരിപ്പോൾ ഭൂമിയിൽ വന്നപ്പോൾ 3 വയസ്സ് ഒരു 1000 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ റഷ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പേരൻസ് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു കൺസേൺ ഉണ്ടാവുമല്ലോ, ഇതിൻ്റെ പിന്നിലുള്ള ടീം എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താണ് ഒരു ആൻസർ പറയാനുള്ളത്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ സംസാരിച്ച് കുട്ടികൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ ഒരു കാര്യം കൂടെ നമുക്കതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിലോട്ട് പോകാമെന്ന് വിചാരിക്കാം. സ്കൂളിലോട്ട് പോകുകയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിനോടായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ 1-2 സബ്ജക്ട്സ്. എപ്പോഴും നിങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു നോക്കുക, ആ ടീച്ചറായിരിക്കും ആ കുട്ടിയുടെ ഫേവറേറ്റ്. റൈറ്റ്. അപ്പോൾ ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കോണ്ടന്റ് എത്രത്തോളം ലൈക്ക് കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആണോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് എത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റുമോ, അതും ഇതിലൊരു ഘടകമാണ്. റൈറ്റ്. അപ്പം ഞങ്ങൾ ഓരോ പെർട്ടിക്കുലർ ഏരിയയിലും ഇപ്പോൾ നമുക്കിപ്പോൾ മ്യൂസിക് ആണെങ്കിൽ അതിൽ ബെസ്റ്റ് എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ നമുക്ക് അഞ്ജു ജോസഫ് ആണ് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഡാൻസ് ആണെങ്കിൽ അതിൽ ലൈക്ക് അനുശ്രീ മാമും അതുപോലെ തന്നെ സന്തോഷ് മാസ്റ്ററോ ചെയ്യുന്നത് നമ്മുടെ റീമ കലിംഗൽ അക്കാദമിയിലെ ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ പെർട്ടിക്കുലർ സ്കിൽസിലും നമ്മൾ അതിൽ ബെസ്റ്റ് നമുക്ക് എത്രയും ബെസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുമോ. നമുക്ക് ഒരിക്കലും ലൈക്ക് അവരുടെ സ്കില്ല് മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ചെയ്തത്, അവർ കുട്ടികളുടെ ക്ലാസ്സസ് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കുട്ടികൾക്ക് അറിയത്തില്ലല്ലോ ഇത് അഞ്ജു ജോസഫ് ആണെന്നോ ഇത് ഇന്ന ആളാണെന്നോ അറിയില്ല. അപ്പോൾ ബെസ്റ്റ് നോളേജ് ഉള്ള ആളുകളെ എടുത്തിട്ട് അതിൽ തന്നെ കുട്ടികൾക്ക് എത്രയും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഒരു ടീം സെറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ എല്ലാ ഫേസും നല്ലപോലെ നോക്കിയിട്ടുണ്ട്. അതെ, ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെ കൺസേൺ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു ട്രാൻസ് കളേഴ്സ് അല്ലെങ്കിൽ ട്രാൻസ് മ്യൂസിക് കണ്ടിട്ടുള്ള കുട്ടികൾ നിങ്ങളുടെ അതിലേക്ക് വരുമ്പോൾ അത് സ്ലോ ഡൗൺ ചെയ്യാണെന്നുള്ളത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ് നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത്, ഒരു ആപ്ലിക്കേഷന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്? ഇപ്പോൾ ഇതിൽ ഇനീഷ്യലി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 2 ഓപ്ഷൻസ് ആയിരുന്നു അവിടെ. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്കിപ്പോൾ യൂഷ്വലി ആളുകൾ ചെയ്യുന്നത് പോലെ ഈ കളേഴ്സ് ആഡ് ചെയ്യാം. കളേഴ്സ് ആഡ് ചെയ്ത് കുട്ടികൾ അതിൽ അട്രാക്റ്റീവ് ആയിട്ടിരിക്കും. ബട്ട് മേ ബി അവരുടെ സ്കിൽ ഐഡന്റിഫൈഡ് ആയേക്കാം, പക്ഷേ ബ്രെയിൻ ഡെവലപ്മെന്റ് അത് തീർച്ചയായിട്ടും എഫക്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളത് കോംപ്രമൈസ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. ഓക്കെ, ഞങ്ങളത് കോംപ്രമൈസ് ചെയ്യാൻ റെഡിയേ അല്ല. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് നമുക്ക് അത്രയും ലൈക്ക് അട്രാക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം കൂടുതൽ ഞങ്ങൾ വാല്യൂ ചെയ്ത് പ്രൊഡക്ടിവിറ്റിനെയാണ്. റൈറ്റ്. അപ്പോൾ ആ ഒരു ലിമിറ്റേഷൻസ് ഒബ്വിയസ്ലി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഇത് സോർട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പാരൻറ്റിനോട് ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി സംസാരിക്കും. അപ്പോൾ അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരും കൊച്ചും കൂടി ഇരിക്കാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരിക്കലും കുട്ടിക്ക് ഒറ്റയ്ക്ക് ഇത് കൊടുത്തിട്ട് പൊക്കോളൂ എന്ന് നമ്മൾ ഒരു പാരൻറ്റിനോട് നമ്മൾ പറയാറില്ല. ഓക്കെ, ആൻഡ് ആഫ്റ്റർവേർഡ്സ് ഇപ്പം അതിൽ നമുക്കിപ്പോൾ കുട്ടി ഇരിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു 10% ആൾക്കാർ ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു ഇതിൽ അട്രാക്റ്റീവ് ആയത്. അപ്പോൾ അവർക്ക് നമ്മളൊരു ഡിഫറെൻറ്റ് മെത്തേഡ് കൊടുത്തു, അതായത് ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അത് പാരന്റിനോട് നമ്മൾ ആ ഒരു മെത്തേഡ് പറഞ്ഞിട്ട് അപ്പോൾ അത് വർക്ക്ഔട്ടായി. റൈറ്റ്. അപ്പോൾ ഞാനതാ പറഞ്ഞേ, നമ്മൾ പാരന്റ് ഒരു 20 മിനിറ്റ്സ് ഇവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആൻഡ് നിങ്ങൾ ആകെ ഇത് ചെയ്യേണ്ടി വരുന്ന 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ മാത്രമാണ്, ഈ ഒരു വിൻഡോയിസിൽ മാത്രമാണ്. ഇവിടെ നിങ്ങളൊരു 20 മിനിറ്റ്സ് ഇടേ എന്നുള്ള രീതിയിൽ കുട്ടിക്ക് വേണ്ടി എഫേർട്ട് ഇടുവാണ് എങ്കിൽ അവരുടെ ഫ്യൂച്ചർ തീർച്ചയായിട്ടും പ്രോമിസിങ് ആയിരിക്കും. അവർ വളരെ ഹാപ്പി ആയിരിക്കും. അത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമുക്ക് അവർക്ക് വേണ്ടി ഒരു 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാൻ പറ്റൂല്ലോ. അത് വലിയൊരു പോയിന്റ് ആണ് അജ്മൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ടീമിന്റെ ഒരു ലോങ് ടേം വിഷൻ എന്താണ്? ഇപ്പോൾ ഇതിൽ ഒരു ലോങ് ടേം വിഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു നമ്മളൊരു ലൈക്ക് കോർഡിനേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്കിൽസ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഞങ്ങളുടെ ഒരു ലോങ് ടേം വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്കില്ലുകളും കുട്ടികളിലോട്ട് എത്തിക്കാൻ പറ്റണം, ഇൻക്ലൂഡിങ് AI. മനസ്സിലായോ? അതായത് അതിൻ്റെ ഒരു ബേസിക്സ് എല്ലാ കാര്യങ്ങളും നമുക്ക് കുട്ടികളോട്ട് സ്കില്ല് ഈ ഒരു ചെറിയ ഏജിൽ തന്നെ കുട്ടികൾക്ക് ഇത് പെർട്ടിക്കുലർലി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ തന്നെ കുട്ടികൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. കാരണം ഒരാൾ പോലും ലൈക്ക് അവരുടെ സ്കിൽ എന്താണ് എന്ന് അൺഐഡന്റിഫൈഡ് ആയിട്ട് പോരുത്. നമ്മുടെ ഇന്നത്തെ ജനറേഷൻ്റെ സെയിം സിനാരിയോ വരരുത്. അപ്പോൾ അങ്ങനെ നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ അവർ ആസ് എ ഹ്യൂമൻ ഹാപ്പി ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞങ്ങളുടെ ഒരു ലോങ് ടൈം ഒരു ലൈക്ക് ഫോക്കസ് എന്ന് പറയുന്നത്. റൈറ്റ്. ഓക്കെ, ഇപ്പൊ പേരൻസിന്റെ ഭാഗത്തു നിന്നുള്ള ഫീഡ്ബാക്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എങ്കിൽ തന്നെയും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുള്ള എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഔട്ടിസത്തിൻ്റെ ഒരു കേസ് ഒബ്വിയസ്ലി അത് ഞങ്ങൾക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ഡിലേയിൽ ഐ മീൻ കോൺവെർസേഷൻ ലൈക്ക് ആ ഒരു സെന്റൻസ് ഫോർമേഷനിൽ കുട്ടികളുണ്ടായ ഒരു ബുദ്ധിമുട്ട് മാറിയത്. അതുപോലെ തന്നെ പിന്നെ ഒരു വലിയൊരു ഏജ് ഐ മീൻ കുട്ടികളുടെ ഒരു കാര്യം ഞാൻ പറയാം. അവർ പെർട്ടിക്കുലർലി അവർ നമ്മളെ വിളിച്ചിട്ട് പറയാം, ഓക്കെ എൻ്റെ കുട്ടിക്ക് ഡാൻസാണ് ഇഷ്ടം,
എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുക. അത് കഴിഞ്ഞൊരു 7 months 8 months കഴിയുമ്പോഴാണ് അവർ വിളിച്ചിട്ട് പറയുക, സർ എൻ്റെ കുട്ടിക്ക് മ്യൂസിക്കിലും താല്പര്യം ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ ഡ്രോയിങ്ങിലും താല്പര്യം ഉണ്ട്. ചില പേരൻസ് ഉണ്ട് അടുത്ത മാസം തന്നെ വിളിച്ച് നമ്മളോട് പറയും, അല്ല കേട്ടോ എൻ്റെ കുട്ടിക്ക് ഡ്രോയിങ് ആട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മള് കുട്ടി ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ ചോറ് കൊടുക്കാൻ എൻ്റെ കുട്ടിക്ക് ഫോണിലും കഴിക്കില്ല എന്ന് പറയുന്ന പേരൻസ് നമ്മളുണ്ട്. ചോറ് കൊടുക്കാൻ കുട്ടി ഫോണിലാണ്ട് കഴിക്കില്ല എന്ന് പറയുന്നത് അത് നിങ്ങൾ ശീലിപ്പിച്ചതാണ്. അപ്പൊ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നേ. ഈ 7 വയസ്സ് വരെ നമുക്ക് എങ്ങനെ വേണേൽ ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഈ പെർട്ടിക്കുലർ ഈ 3 to 7 ഏജ് ലൈക്ക് സെലക്ട് ചെയ്തതിന്റെ കാരണം അതാണ്. നമുക്ക് എങ്ങനെ വേണേലും കുട്ടികളെ നമുക്ക് ചേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. അവരുടെ റിയൽ സ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ, അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അവരുടെ ബിഹേവിയേഴ്സിൽ നമുക്ക് ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാം, ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരാം. കാരണം അവർക്ക് ഇൻബോൺ ആയിട്ട് എന്തായാലും ഒരു ടാലന്റ് ഉണ്ടാവും. ഇവിടെ ഒരു മനുഷ്യനും ടാലന്റ് ഇല്ലാതെ എനിക്കൊന്നുമില്ല, എല്ലാവർക്കും ടാലന്റ് ഉണ്ട്. അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നത്തെ സൊസൈറ്റിയിൽ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. ഇപ്പൊ കുറെ ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് അവർ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അതിൽ വലിയൊരു മെജോറിറ്റിക്കും എന്താണ് അവർക്ക് വേണ്ടതെന്ന് അറിയില്ല, അവരുടെ സ്കില്ല് എന്താണെന്ന് അറിയില്ല എന്നുള്ളത്. സോ ഈ ഒരു സിനാരിയോ ഒഴിവാക്കാൻ നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. ഈ ഒരു ഏജിൽ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പോയാൽ മതി, ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ശരിക്കും എനിക്ക് തോന്നുന്നത് പേരൻസിന്റെ കയ്യിലേക്ക് എത്തേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഒരു റെവല്യൂഷണറി ചേഞ്ച് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് കേട്ടെടുത്തോളം. കാരണം കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അതിന് വേണ്ടി കൃത്യമായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ട് എന്താണ്. ആ ഒരു ഇനിഷ്യേറ്റീവ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് നിങ്ങൾ തുടങ്ങി വെക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ആനുവലി പാക്കേജുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്? ആനുവലി, പാർട്ട് ടൈം, ഹാഫ് ടൈം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കിതിലേ ലൈക്ക് പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 1 yearലോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ 2 yearsലോട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, 3 yearsലോട്ട് ചെയ്യുന്നുണ്ട്, 4 yearsലോട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പെർട്ടിക്കുലർലി ഏജ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈവൻ ദോ 6 yearsലോട്ട് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്, റൈറ്റ്? അപ്പോൾ ഇത് ഇപ്പോൾ കുട്ടികളുടെ ഇപ്പോഴുള്ള കറന്റ് സിനാരിയോസ്, അവരുടെ സിറ്റുവേഷൻ, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒന്ന് ലൈക്ക് നോക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എത്ര ഇയേഴ്സിലോട്ടാണ് നമുക്ക് കുട്ടികൾക്ക് അത് കൊടുക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ പാരൻസിന് ഇപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ഇയർ പറഞ്ഞു ഇത്ര വർഷത്തോട്ട് നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അവരത് നോക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. കാരണം നമുക്കറിയില്ല അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇപ്പോൾ 20 minutes നമുക്ക് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റുക, അത് കൺസിഡർ ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി അവർക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നമ്മളെപ്പോഴും പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്തായിരിക്കും അതായിരിക്കും നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. ഓ അത് ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു, അതിനുശേഷം അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ എങ്ങനെയാണ്? വാട്സപ്പ് നമ്പർ ആണോ, എന്തെങ്കിലും കസ്റ്റമർ കെയർ നമ്പർ ആണോ, എങ്ങനെയാണ് അതിലൂടെ കോൺടാക്ട് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഇപ്പോൾ പ്ലേ സ്റ്റോറിലാണെങ്കിലും ലൈക്ക് iOS-ലാണെങ്കിലും നമുക്കത് കിട്ടും, റൈറ്റ്? അപ്പോൾ അത് നമ്മൾ ലൈക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കോൺടാക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഈ ഒരു ടാബിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ആ രീതിയിൽ നമ്മളിലോട്ട് എത്താം. ആൻഡ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആദ്യം പറയുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രാം മേടിക്കാനായിട്ട് വരണ്ട, നമുക്ക് കുട്ടികളുടെ ഇതുവരെയുള്ള ഡെവലപ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്തെല്ലാം ചേഞ്ചസ് കൊണ്ടുവരാന്നുള്ളത് ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം നമുക്കിത് വർക്ക്ഔട്ട് ചെയ്യാം. ഓ ശരി. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ ആദ്യം അങ്ങനെയാണോ ഒരു ഡെമോ ക്ലാസ് വെക്കുകയാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു ഫസ്റ്റ് പ്രോസസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണ്? ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാരന്റ് ആയിട്ട് ആദ്യം അവരുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ചില പാരന്റ്സ് ഓൾറെഡി ഇപ്പൊ കുട്ടികൾക്ക് ഈ ഹാൻഡ് ഐ ബ്രെയിൻ കോർഡിനേഷൻ കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണ് അത്. കാരണം ആൻഡ് ഇറ്റ്സ് റൈറ്റ്, അത് ഒത്തിരി ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ. കൂടുതൽ ആളുകളും ലൈക്ക് എന്റെ കുട്ടി അങ്ങനെയാ, എന്റെ കുട്ടി ഇങ്ങനെയാ, അതിൽ അഡ്ജസ്റ്റഡ് ആണെങ്കിൽ അതിൽ ഓക്കെയാണ്. അതിന് ചേഞ്ച് ചെയ്യാൻ എന്നുള്ളൊരു കാര്യത്തിലോട്ടില്ല, മനസ്സിലായി? അപ്പോൾ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതിൽ കുട്ടികളെ അനാലിസിസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് എടുക്കുന്നത്. അതിനുശേഷം മാത്രം നമുക്കിത് ഈ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരാളോട് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം എടുത്തോളൂ എന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. എന്തോ എന്റെ കമ്പനിയാണ്, ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾ നമ്മളെ വിളിക്കുക, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാം. അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഇത് എങ്ങനെ പോകണം, എന്ത് പോകണം എന്നുള്ളത്. കാരണം ഓരോ കുട്ടിയിലും അവരുടെ ഒരു അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തന്നെ ഡിഫറെന്റ് ആയിരിക്കും. ഓ അത് ശരി. അപ്പൊ 1-on-1 പോയിട്ടാണ് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, ഇപ്പൊ നമുക്ക് ഒരാള് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തു എന്ന് വിചാരിക്കാം, അപ്പൊ അതിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവോ ഇന്ന പേഴ്സണെ കോൺടാക്ട് ചെയ്യാം, അങ്ങനെയാണോ? ഇത് ആരെയാണ് ഫസ്റ്റ് നിങ്ങൾ വെക്കുന്നത് കോൺടാക്ട് ചെയ്യാനായിട്ട്? നമ്മളിവിടെ നിന്ന് കൺസൾട്ടൻസി കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ അത് ശരി. ഓക്കെ, ഇവിടെ നിന്ന് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിച്ച് ഓരോ കുട്ടികൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലേണിംഗ് മെത്തേഡാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു ലേണിംഗ് മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നു, അത് വർക്ക്ഔട്ട് ആവും.
ലൈക്ക് മോസ്റ്റ് കേസസിൽ വർക്ക്ഔട്ട് ആവും. ഇൻ കേസ് ആയില്ലെങ്കിൽ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒരു രീതിയിലൂടെ നമ്മൾ ഇതൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. മനസ്സിലായി. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമുക്കൊരിക്കലും പാരന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്വിയസ്ലി പാരന്റ് തന്നെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു എറ്റേണൽ ലേണിംഗിലോട്ട് അവർ ജോയിൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഇനി എൻ്റെ കുട്ടി റെഡി ആയിക്കോളും എന്നല്ല, നിങ്ങളും കൂടെ കുട്ടിക്ക് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടൊരു ടൈം കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ പാരന്റ്സിന്റെ ഒരു ഹെൽപ്പ് മാത്രമാണ്. അതാണ് അതിന്റെ ശരിയും അല്ലേ. അല്ലാതെ വെറുതെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് ഇത് നോക്കി പഠിച്ചോ, നിങ്ങളുടെ സമയം കുട്ടികൾ ഇതിൽ കുറെ നേരം ഇരുന്നോളും എന്ന് വിചാരിക്കുന്ന പേരൻസ് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ശരിയായ വിധത്തിൽ അവർക്ക് ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളുടെയും കൂടെ ക്വാളിറ്റി ടൈം അവർക്ക് വേണം എന്നുള്ള ഒരു വലിയ കാര്യം കൂടെ നിങ്ങൾ ഇതിൽ മുന്നോട്ട് വെക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന പല പാരന്റ്സിലും ഈ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻസ് വളരെ കുറവാണ്. ഓക്കെ, ഇതിന്റെ ഒരു പ്രധാന കാര്യം കുട്ടിയും പാരന്റും തമ്മിൽ ഒരു ഫൺ ടൈം ഇല്ല. മനസ്സിലായോ? അപ്പൊ ഞങ്ങള് ഈ പാരന്റിനോടും കൂടെ ഇതിലൊരു 20 minutes സ്പെൻഡ് ചെയ്യാൻ പറയുന്നതിന്റെ ഒരു റീസൺ അതാണ്. കുട്ടികൾക്ക് നിങ്ങളുമായിട്ടൊരു കണക്ഷൻ വരട്ടെ. റൈറ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആക്ച്വലി. ഇപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കണക്ട് ബിഫോർ യു കറക്റ്റ്. നിങ്ങൾ തല്ലിയോ വഴക്കോ പറഞ്ഞോ അല്ല കറക്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ കുട്ടിയായിട്ട് കണക്ട് ചെയ്യാന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുന്ന പാരൻസ്, ഇപ്പം നിങ്ങളിത് എത്ര പേര് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പാരൻസിൽ എത്ര പേര് കുട്ടിയുമായിട്ട് ഒരു അനായാസ കണക്ഷൻ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. റൈറ്റ്. അപ്പോൾ ഞാനതാ പറഞ്ഞത്, ഇത് കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്റ്റീവ് മിനിറ്റ്സ്, ഒരു 20 minutes ആണ് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ഒരു ദിവസത്തിൽ. അപ്പോൾ നിങ്ങൾ കുട്ടിയുമായിട്ടുള്ള കണക്ഷൻസ്, അവരുടെ ഡെവലപ്മെന്റ്സ്, അവരുടെ സ്കിൽ ഐഡന്റിഫിക്കേഷൻ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യവും ഞാൻ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഒരു 3 to 7 years മാത്രം നിങ്ങൾ ചെയ്താൽ മതിയാണ്. അത് കഴിയുമ്പോൾ അത് പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കാര്യം റിപ്പീറ്റ് ആയിക്കോളും. നമ്മൾ ഈ ഒരു ഏജിൽ ലൈക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യം ലൈക്ക് ഫ്യൂച്ചറിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ലൈഫിനെ. സോ അത് ഫ്യൂച്ചറിൽ പിന്നെ അത് സംഭവിച്ചോളൂ. നിങ്ങൾ ഈ ഒരു 4 വർഷം നിങ്ങളൊന്ന് കഷ്ടപ്പെടും എന്നുള്ളത് മാത്രമാണ്. അതും ജസ്റ്റ് ഒരു 20 minutes കുട്ടിക്ക് വേണ്ടി. പേരൻസിന്റെ മെയിൻ വേറൊരു കൺസേൺ ആണ്, ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു റിട്ടേൺ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിലൊക്കെ അതിലുണ്ടല്ലോ, കാരണം അതൊരു കടൽ പോലെ കിടക്കുകയാണല്ലോ, അതിന് തപ്പി പിടിച്ചാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും വലിയൊരു ആൻസർ ഉണ്ട്. ഇത് കടൽ പോലെ എടുക്കുക. ഇതിലെന്താണ് കുട്ടിക്ക് വേണ്ടതെന്നുള്ളത് ഒന്നാമത്തെ കാര്യം അറിയില്ല. ഇതിൽ ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവും, ഒത്തിരി റിസ്ക് എലമെന്റ്സ് ഉണ്ട്. കാരണം അവിടെ എപ്പോഴും ഫോക്കസ് എന്ന് പറഞ്ഞാൽ വാച്ച് അവേഴ്സ് ആണ്. അല്ലാതെ നിങ്ങളുടെ കുട്ടിക്ക് സ്കിൽ കിട്ടുന്നവർക്ക് ഒബ്വിയസ്ലി എല്ലാ ബിസിനസ് ആണല്ലോ. റൈറ്റ്. പക്ഷെ ഇതൊരു വാച്ച് അവേഴ്സ് ആണ് അതിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാച്ച് അവേഴ്സ് നോക്കുമ്പോൾ കുട്ടികളെ അഡിക്റ്റഡ് ആക്കിയിരുത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ കൺസേൺ, അല്ലെങ്കിൽ ആദ്യം ഒരു ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് കോക്കോമെലൻ. റൈറ്റ്. കാരണം കളേഴ്സ് ഇപ്പം നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ കളേഴ്സ് തോന്നും. ഇതിൻ്റെ ഒരു മറ്റൊരു വശം എന്താണെന്നറിയോ? കുട്ടികൾ ഈ കളേഴ്സിനോട് അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ നാളെ ഇവരുടെ സറൗണ്ടിങ്സിൽ ഇതേ കളേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങും. പക്ഷെ റിയൽ ലൈഫിൽ ഈ കളേഴ്സ് കിട്ടില്ല. റൈറ്റ്. അപ്പോൾ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക്, ഒരിക്കലും കളേഴ്സ് എല്ലാം പ്രശ്നമാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ഇതൊരു ട്രാൻസ് കളർ ആയാൽ അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുവരെ ചുറ്റുപാടും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കുട്ടികൾ ലൈക്ക് അത് കിട്ടാതെ ആകുമ്പോൾ അവർ അഗ്രഷൻ കാണിക്കാം, ദേഷ്യം കാണിക്കാം, ഡിപ്രഷൻ കാണിക്കാം കുട്ടികളിൽ, അല്ലെങ്കിൽ വളരെ സൈലൻ്റ് ആയി പോവാം. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും അതിലുണ്ടാവുന്നുണ്ട്. ഇതൊരു സ്ട്രക്ചേർഡ് ആയിട്ട് പോയാൽ മാത്രമാണ് നമുക്ക് ഇപ്പം ഞാനീ പറഞ്ഞ എല്ലാ മേഖലയിലും ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഇതൊരു സ്ട്രക്ചർ ആയിരിക്കണം. യൂട്യൂബ് ഒരു സ്ട്രക്ചേർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കടൽ പോലെയാണ്. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന അതുപോലെ തന്നെ പിന്നെ യൂട്യൂബിലെ കോണ്ടന്റ്സ് നമുക്ക് ഒരിക്കലും ഒരു സേഫ് കോണ്ടന്റ് 100% നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റില്ല. പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും സേഫസ്റ്റ് വിൻഡോ, അതായത് 3 to 7 years ഒരു കുട്ടിയാണോ നമ്മളിലുണ്ടോ അവർക്കൊരു സേഫസ്റ്റ് വിൻഡോ, പ്ലസ് അത് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും, പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ കുട്ടികളെ സ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇങ്ങനെയുള്ളൊരു കുട്ടിക്ക് വേണ്ട ഒരു കംപ്ലീറ്റ് ഫൗണ്ടേഷനാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതും ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത് ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. റൈറ്റ്. ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ മാത്രമേ ചെയ്യുന്നത്. വേൾഡിൽ എനിക്ക് അറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല, നമ്മൾ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കാര്യം, അതാണ് കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാം ആക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത അതേ കാര്യം, ഇപ്പൊ യൂട്യൂബിൽ വരുന്ന കോണ്ടന്റ്സ്, ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ പ്രേതത്തിന്റെ കോണ്ടന്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾ ഓരോന്ന് എറിഞ്ഞു പൊട്ടിക്കുന്ന കോണ്ടന്റ്, അഗ്രസീവ് ആയിട്ടുള്ള കാർട്ടൂൺസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികളുടെ ബിഹേവിയേഴ്സിനെ എഫക്ട് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിക്കുക, യൂട്യൂബ് കൊടുക്കണോ ലേണിംഗ് കൊടുക്കണം എന്നുള്ളത് രണ്ടുമാണ്. ശരിയാണ്. മനസ്സിലായോ? ആ കുട്ടികളുടെ ബിഹേവിയർ ADHD ഒക്കെ മേ ബി അതൊക്കെ കൂടി വരുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഭാഗമാണല്ലോ അല്ലെ? ആണ്. ഈ ADHD മാത്രമല്ല, ഇപ്പോ സ്പീച്ച് ഡിലേസ് വരുന്ന കുട്ടികൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ ലിപ്ലെസ് ആയിട്ടുള്ള കാർട്ടൂൺസ് ഉണ്ട്, അതായത് ഇപ്പൊ ചുണ്ടനക്കമല്ല സൗണ്ട് വരും, ടോം ആൻഡ് ജെറി ഒക്കെ പോലെ.
ടോം ആൻഡ് ജെറിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഇല്ലല്ലോ, ഇത് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് പക്ഷെ ലിപ്ലെസ് ആയിരിക്കും, അതായത് ചുണ്ടനങ്ങില്ലത്. ഓക്കെ, പക്ഷെ ഡയലോഗ്സ് വരും. ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ഇവരെടുക്കുന്ന ഒരു മെസ്സേജ്, ഓക്കെ ചുണ്ടനങ്ങിയില്ലെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായി, അങ്ങനെയും കുട്ടികളിൽ ഇത് ഇങ്ങനെ തന്നെ വരുന്നു എന്നല്ല, അങ്ങനെയും കുട്ടികളുടെ സ്പീച്ചിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏജ് ഒരു ഗോൾഡൻ ഏജ് ആണ്, ഈ ഒരു 3 to 7 എന്ന് പറയുന്നത്. ഈ ഒരു ഏജിൽ നിങ്ങൾ റെക്ടിഫൈഡ് ആയിട്ടുള്ള, നിങ്ങൾ ക്വാളിറ്റി ആയിട്ടുള്ള ടൈം കൊടുക്കുക. നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, ഒത്തിരി കളേഴ്സോ ഇതൊന്നും അല്ല, നമ്മൾ പഠിപ്പിച്ചതാണ് കുട്ടിയെ ഈ കളേഴ്സും കാര്യങ്ങളൊക്കെ. ഇതില്ലാതെയും കുട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, പക്ഷെ നമുക്ക് എന്ത് കൊടുക്കണം എന്നുള്ള പാരൻ്റെ ചോയ്സാണ്. സോ ഇവിടെ ഒബ്വിയസ്ലി കുട്ടിക്ക് സേഫ് ആയിട്ടുള്ള, അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന, ബിഹേവിയർ ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്ന, സ്കില്ല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ സ്കില്ലിലേക്ക് വീണ്ടും വരുമ്പോൾ കുറേ സ്കിൽസ് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു പേരന്റ് അതിൽ ഐഡന്റിഫൈ ചെയ്തു, ഇന്ന സ്കിൽ എൻ്റെ കുട്ടിക്ക് ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അത് ഫോക്കസ്ഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ആ പേരന്റിനെ നിങ്ങൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റനാണ് അത്. ഇപ്പോൾ നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിഫ്ലക്ഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ പ്രോഗ്രാംസും കുട്ടികൾ ഓക്കെ വളരെയധികം എൻ്റർടൈൻഡ് ആവും. ഇതൊന്ന് കുറച്ചൊരു ലോങ് പ്രോസസ്സിലോട്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നമുക്ക് കുട്ടികൾക്ക് എല്ലാം ഇതൊന്ന് കൊടുത്ത് ഏതിലാണ് കുട്ടി ഏറ്റവും നന്നായി റിഫ്ലക്ഷൻ കാണിക്കുന്നതെന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. റൈറ്റ്, ആ പെർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് എപ്പോഴും. അത് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ അതിലോട്ടൊരു ഫോക്കസ്ഡ് ആയിട്ടൊരു പ്രോഗ്രാമിലോട്ട് പോയാൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പാരൻസിനോട്, നിങ്ങൾ റഷ് ചെയ്യാതിരിക്കുക എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കുട്ടി ഒരു ബിഹേവിയർ ആയിട്ടുള്ള കാര്യം കാണിച്ചോട്ടെ, അല്ലെങ്കിൽ സ്കിൽ കാണിച്ചോട്ടെ, എന്ത് കാണിച്ചോട്ടെ, റഷ് ചെയ്യാതിരിക്കുക. നമുക്ക് സമയം കൊടുത്താൽ മാത്രം മതി, നമുക്കത് സോർട്ട് ചെയ്തെടുക്കാം. അതായത് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് അവരതിൽ തന്നെ തുടരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അതെ അതെ, പെട്ടെന്ന് ജഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 1, 2, 3 ദിവസം ഓക്കെ മ്യൂസിക്കിനോട് ഇൻട്രസ്റ്റ് കാണിച്ചു, നമ്മൾ വിധി എഴുതരുത്, മ്യൂസിക് ആണ് അവരുടെ ഇൻട്രസ്റ്റ്. അതാ ഞാൻ പറഞ്ഞു, എപ്പോഴും കുറച്ച് സമയം കൊടുക്കുക. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, ഒരു പേരന്റ് തന്നെ മാസം വിളിച്ചിട്ട് ആ കുട്ടിയുടെ സ്കില്ല് വേറെ എന്ന് പറഞ്ഞിരുന്നു. അതായത് ആദ്യം ഒരു ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ വന്നേ തോന്നുന്നു, അത് കഴിഞ്ഞ് പിറ്റത്തെ മാസം എന്നോട് പറഞ്ഞ് ലൈക്ക് ഡാൻസിലാണ്, പിന്നത്തെ മാസം പറയുന്നത് മ്യൂസിക്കിലാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, സമയം കൊടുക്കുക. എന്നാൽ കുട്ടികൾക്ക് അവരൊന്ന് അഡാപ്റ്റ് ആവട്ടെ, സമയം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞോളൂ. റൈറ്റ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കുട്ടികൾ ഇത് എത്രമാത്രം എന്റർടൈൻ ചെയ്യുന്നു. ഇപ്പൊ ഫസ്റ്റ് ദിവസം ചിലപ്പോൾ ഒറ്റയടിക്ക് ഇപ്പൊ മ്യൂസിക്കിനോടായിരിക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടാവുക. അതിനർത്ഥം അതാണെന്നല്ല. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എല്ലാ മേഖലയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ നമ്മൾ നേരത്തെ ഫുഡിന്റെ കാര്യം പറഞ്ഞ പോലെ, നമുക്ക് ഫ്രണ്ടിൽ ഒത്തിരി ഫുഡ് ഉണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം കഴിച്ചിട്ട് ഓക്കെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഫുഡ് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാം കഴിച്ചു നോക്കാന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ എന്തായാലും കൊടുക്കുക. റഷ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനാ റഷ് ചെയ്യുന്നത്, നമുക്ക് സമയം ഉണ്ടല്ലോ ഫ്രണ്ടിലേക്ക്. നമ്മൾ എത്ര നേരത്തോടെ തുടങ്ങാൻ പറ്റും അത്രയും നേരത്തോടെ തുടങ്ങാന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ. എനിക്ക് തോന്നുന്നു പേരൻസിനോടാണ് അത് കൂടുതലായിട്ട് പറയേണ്ടത് അല്ലേ. നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുക്കുക. അതെ. പിന്നെ ഇപ്പോൾ 3 വയസ്സും 7 വയസ്സും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ ഓരോ ഏജ് കാറ്റഗറിയിലും നിങ്ങൾ അത്രയും ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണോ പാറ്റേൺസ് വെച്ചിട്ടുള്ളത്? ക്ലാസ്സസിന്റെ കാര്യമാണോ? ഇപ്പൊ സ്കിൽ ഡെവലപ്മെന്റ് ആണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും അവർക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ആണെങ്കിലും എങ്ങനെയാണ് ആ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഈ ഒരു ചോദ്യം മെയിൻലി റേസ് ആവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിന്റെ പാറ്റേൺ വെച്ച് ആലോചിക്കുന്നത്. അതായത് 3 വയസ്സിൽ കുട്ടി പ്രീ KG ആയിരിക്കും, അതായത് ഒരു ലൈക്ക് 4 വയസ്സിൽ LKG ആയിരിക്കും, UKG. ഇപ്പൊ ഒരു 7 വയസ്സുകാരെ നമ്മളോടേക്ക് വന്നു, ആൾക്ക് മ്യൂസിക്കിനെ പറ്റി ഒന്നും അറിയില്ല, ആളതിൽ സ്റ്റാർട്ടറാണ്. റൈറ്റ്. 3 വയസ്സുകാരൻ വന്നു, ആൾക്കും അത് സ്റ്റാർട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ 3 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ കണ്ടിന്യൂസ്ലി ഈ ഒരു ഡെവലപ്മെന്റ്സ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന റിസൾട്ട് വളരെ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ 7 വയസ്സിന്റെ റിസൾട്ട് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്. 7 വയസ്സിന്റെ എപ്പോഴും സമയം കുറവാണ്. ഓക്കെ, 3 വയസ്സിന്റെ സമയം ഉണ്ട്. ഈ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ എത്രയും വേഗം നമുക്ക് തുടങ്ങാൻ പറ്റും അത്രയും വേഗം തുടങ്ങാന്നുള്ളതാണ്. സോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അജ്മലാണ്. അപ്പോൾ എറ്റേൺ ലേണിംഗ് ആപ്പിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടാണ് അജ്മൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത്. അതായത് ഇതിൽ പേരൻസിൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. നമ്മൾ ഒട്ടും റെസ്റ്റ്ലെസ് അല്ലാതെ കുട്ടികളെ സ്കില്ല്, ഇതാണ് എൻ്റെ മോളുടെ സ്കില്ല് അല്ലെങ്കിൽ മോൻ്റെ സ്കില്ല്, ഇതിലാണ് എൻ്റെ മോൻ ക്രിയേറ്റീവ് ആയിട്ടുള്ളത്, അങ്ങനെ ആ ഒരു റഷ് കാണിക്കാതെ കുട്ടികൾക്ക് നമ്മുടെ സമയം കൂടെ, നമ്മുടെ ക്വാളിറ്റി ടൈം കൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ലൊരു ബ്രൈറ്റർ ഫ്യൂച്ചർ, ഭാവിയിൽ അവർക്കൊരു റിഗ്രറ്റ് തോന്നരുത്, അല്ലെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് തോന്നരുത്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഞാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു തോന്നലില്ല. അതൊരു എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആപ്ലിക്കേഷൻസ് എന്ന് തന്നെ പറയാം എറ്റേൺ ലേണിംഗ് ആപ്പ്. അപ്പോൾ അതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വിഷൻ പറഞ്ഞ പോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളുടെ ടീം, ഞാൻ കേട്ടിടത്തോളം അതിൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എല്ലാ നല്ല രീതിയിൽ തന്നെ ഒരു ആപ്ലിക്കേഷന് മുന്നോട്ട് പോകട്ടെ. ഈ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ AI പോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള താല്പര്യമുണ്ട്. അപ്പോൾ എല്ലാം ആഡഡ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് ഇത് മാറട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അജ്മൽ.